ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എല്ലും കപ്പയാട്ടോ. നമ്മുടെ കോട്ടയം ഇടുക്കിക്കാരുടെ ഒരു ഫേവറേറ്റ് ഫുഡാണ് എല്ലും കപ്പയും. ഞാൻ കൊല്ലംകാരി ആയതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ഞാനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ടാണ് എല്ലും കപ്പയും കഴിക്കുന്നത് തന്നെ. ഇനി നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ബീഫ് കൂട്ടന്മാരെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 3 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ബീഫ് മസാല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മുളക് പൊടി ഇട്ടിട്ടുണ്ടായതുകൊണ്ട് അമ്മ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടേക്കുന്നത്. കൈ അല്ലെങ്കിൽ നന്നായിട്ട് നീറുമല്ലോ. പൊടി ഇടുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിന് മുന്നേ തന്നെ അമ്മ പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മസാല നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഇനി നമുക്കത് വേവിക്കാനായി കുക്കറിലേക്ക് മാറ്റി വയ്ക്കാം. ബീഫ് റെഡിയാക്കുമ്പോഴത്തേനും നമ്മുടെ കപ്പച്ചേട്ടന്മാരെ കഴുകി വൃത്തിയായി അരിഞ്ഞ് വേവിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫിന് വേണ്ട ഗ്രേവി തയ്യാറാക്കാം. ഗ്രേവി തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ചീനിച്ചട്ടി എടുക്കാം. ചീനിച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായ കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് ബീഫ് മസാലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് സുഹൃത്തുക്കളെ നമ്മുടെ സവാള കുട്ടനെ ഇട്ടില്ല എന്നുള്ള കാര്യം തന്നെ ഓർത്തത്. അപ്പോൾ കുഴപ്പമില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ അതേ സവാളയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ടിട്ട് നമുക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് സവാള വഴറ്റി കഴിഞ്ഞ് സവാള ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ വേറൊരു പാനിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് ബീഫ് മസാലയും കൂടി ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ ചൂടാക്കി ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുമെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് നല്ലതുപോലെ ചൂടാക്കി അതിനകത്ത് ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫ് ഇതേ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഗ്രേവി നമ്മുടെ ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കപ്പയിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കപ്പയ്ക്ക് വേണ്ട കടുക് താളിക്കലൊക്കെ നമ്മൾ മുമ്പേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കപ്പയിലേക്ക് നമ്മുടെ ബീഫിനെ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലും കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.